എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാലയുടെ അല്പത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. പുള്ളിക്കാരൻ്റെ പണക്കൊഴുപ്പ് അദ്ദേഹം ഇതിനു മുമ്പ് പല വീഡിയോകളിലും കാണിച്ചിട്ടുള്ളതാണ്, ഇപ്പോഴും കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കാണാവേ. 3000 பேருக்கு அன்னதானம். ஆமா, ரொம்ப மனசு ஆமா, 3000 பேருக்கு ஒரு நாள்ல அன்னதானம் கொடுக்கறதுனா பெரிய விஷயம் தான். கடவுள் இருந்தா அதுக்கு மேல இருக்கும். போனதான் அவங்க கொடுத்தபோது ஒருத்தர் சொல்றாங்க, இந்த கட்டை எல்லாம் 10 ரூபா கட்ட உங்களுக்கு யூடியூப்ல சில பேர் சொல்றாங்க 10 ரூபா கட்டி நினைச்சு நான் கொடுத்தேன் அப்படின்ட்டு. அவங்க கிட்ட 10 ரூபா கட்ட வேணாம், ஒரு 10 ரூபா நோட்டு கேட்டு பாருங்க, ஒரே ஒரு 10 ரூபா கேட்டு பாருங்க, பிச்சைக்காரன் கொடுக்க மாட்டாங்க. அந்த மனசு இருக்கிறவங்க தான் கமெண்ட் அடிக்கிறாங்க, அதெல்லாம் நமக்கு வேண்டாம். പക്ഷേ അതെല്ലാം താണ്ടി 3000 പേർക്ക് അന്നദാനം കൊടുത്തിருக்கோம். அந்த வீடியோ சாட்சி நமக்கு தெரியுது. ஒரு லட்சியம், பெரிய லட்சியம் என்ன கோகிலா? லட்சியம் நம்ம கொடுத்துட்டு அப்புறம் சொல்லலாம் அந்த லட்சியத்தை. என் வகை உங்களுக்கு 1 லட்சம் ரூபாய். நானும் என் கணவர் என் மாமாக்கும் சேர்த்து திருப்பணிக்காக 1 லட்சம். எவ்வளவு லட்சம் மொத்தம் கொடுத்துருக்கு எனக்கே கணக்கு தெரியாது. பட் அது இல்லை, நம்முடைய லட்சியம் என்னன்னு மட்டும் சொல்லுங்க. இன்னொன்று கூட ஒன்று சொல்லிடுறேன், இந்த வீடியோ காலையில 6 இடத்தும் ஒரு சகாயம் வேண்டாம். நான் ഇന്ന് മരിച്ചു പോയ ഒരാൾ ജീവനോട് ഞാൻ നിൽക്കുവാണെങ്കിൽ, ഉയിരോടെ ഞാൻ നിൽக்கிறேன்னா இந்த கோயில் அதுக்கு பெரிய ஒரு அர்த்தம். அது எனக்கு தான் தெரியும், ஜீவிச்சிருக்குன்னு எனக்கு மாத்திரமே அறியும். கண்டிப்பா. அப்ப என்ன, எல்லாருடைய சிவனே போற்றி, எல்லாருக்கும் இறைவா போற்றி போற்றி. நன்றி. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ ബാല എന്ന് പറയുന്ന വ്യക്തി, അങ്ങേർക്ക് പൈസയുണ്ട്, പണക്കൊഴുപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേര് പല വീഡിയോകളിൽ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അല്പനും കൂടിയാണ് എന്ന് നമ്മൾ പല തവണ തെളിയിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ എന്തായാലും ഇത് അടുത്തൊരു ക്ഷേത്രത്തിലേക്ക് വേണ്ടി 2 ലക്ഷം രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്, അന്നദാനത്തിന് വേണ്ടിയിട്ട്. അത് 3000 പേർക്കുള്ള അന്നദാനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പൈസ കൊടുത്തത് എന്നൊക്കെ പറയുന്നു. ഇനി 2 ലക്ഷമാണെന്ന് പറയുന്നതാണോ, അതേ കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എന്നിട്ട് വേറെ ആരുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കത്തിയൊക്കെ അടിക്കുന്നുണ്ട് പുള്ളിക്കാരൻ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പുറത്തെ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്ന 3000 പേർക്ക് എന്ന് മാത്രമല്ല, 3000-ൽ കൂടുതൽ ആളുകൾക്ക് അന്നദാനം നടത്തുന്ന സമയമുണ്ട്. ഉത്സവ സമയത്തൊക്കെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ എന്നാൽ ചോദിക്കും, എല്ലാ ക്ഷേത്രങ്ങളും പ്രധാനപ്പെട്ടതല്ലേ എന്ന് ചോദിക്കും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്, വരുമാനം കുറവുള്ള ക്ഷേത്രങ്ങളുണ്ട്, അവിടെ ആളുകളും കുറവായിരിക്കും വരുന്നത് അന്നദാനത്തിനൊക്കെ. അപ്പോൾ അതൊഴിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ ക്ഷേത്രങ്ങളുണ്ട്, അറിയപ്പെടുന്ന വളരെ വലിയ ക്ഷേത്രങ്ങളുണ്ട്. ആ ഒരു ക്ഷേത്രത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആറ്റുകാലാണെങ്കിലും അത് അല്ലാതെയുള്ള ക്ഷേത്രങ്ങളുണ്ടല്ലോ, ആറ്റുകാലായാലും അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആ ഒരു ക്ഷേത്രത്തിനെ നമുക്ക് വിടാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും ലക്ഷങ്ങളാണ് അവിടെ വരുമാനവും അതുപോലെ തന്നെ അവിടെ അന്നദാനവും സംഭവങ്ങളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ആവുന്നത്. അതുകൊണ്ട് അത് നമുക്കങ്ങ് മറക്കാം. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ നമുക്കവിടെ ഫുഡ് കഴിക്കാൻ പ്രത്യേകിച്ച് പൈസയുടെ ആവശ്യമില്ല. കാരണം ഭക്ഷണം സമയത്ത് അവിടുത്തെ ഊട്ടുപുരയുണ്ട്. ആ ഊട്ടുപുരയിൽ എല്ലാവർക്കുമുള്ള ഭക്ഷണമുണ്ട്. അത് നല്ല വാഴയിലയിലാണ് വിളമ്പിത്തരുന്നത്. വാഴയിലയിൽ വിളമ്പിത്തരുന്ന ഭക്ഷണം അത് സദ്യയാണുള്ളത്. അവിടെ പുരുഷനൊപ്പം തന്നെ സ്ത്രീയും കൂടി ചേർന്നാണ് വിളമ്പിത്തരുന്നത്. സെറ്റ് സാരിയൊക്കെ ഉടുത്തുകൊണ്ടുള്ള ലേഡികളാണ് ഭക്ഷണം വിളമ്പിത്തരുന്നത്. അത്രയും നല്ല മനോഹരമായ രീതിയിലുള്ള ഭക്ഷണമാണ് അവിടുത്തത്. അവിടെ സ്പോൺസർ ചെയ്യുന്ന ഭക്ഷണമുണ്ട്, അല്ലാതെ അന്നദാനപുരയിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ആ ഒരു രീതിയിൽ വരുന്നതുമുണ്ട്.
ശരിക്കും പറയുകയാണെങ്കിൽ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മതിയാവില്ല. വയറ് വീക്കുന്നത് പോലും നിറയുന്നത് നമ്മൾ അറിയത്തില്ല. അത്ര മനോഹരമായിട്ടുള്ള ഫുഡാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ. ഞാൻ 3 ദിവസം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഭജന ഇരുന്നിട്ടുള്ള ഒരാളാണ്. ഞാനല്ല, എൻ്റെ ഫാമിലി ഉൾപ്പെടെ എല്ലാവരും കൂടി കുളിച്ച് തൊഴുവാനായിട്ട് പോയതാണ്. പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വരാൻ തോന്നിയില്ല. അങ്ങനെ അവിടെ 3 ദിവസം താമസിച്ചു. ഒടുവിൽ തിരിച്ച് വരുന്ന സമയപ്പോൾ കയ്യിലിരുന്ന പൈസ മുഴുവനും തീർന്നു. കാരണം അവിടെ അഗ്രഹാരം വരെയൊക്കെയാണ്. നമുക്ക് താമസിക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് റൂമൊന്നും താമസിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളവിടെ റൂമൊക്കെ എടുത്താണ് താമസിച്ചത്, കുളിക്കാനൊക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊണ്ടുപോയ പൈസ എല്ലാം തീർന്നു. വരുന്ന സമയമായപ്പോഴത്തേക്ക് എൻ്റെ കൈ കിടന്നൊരു മോതിരം ഊരി അവിടെ വിറ്റു. അതിന് ശേഷമാണ് നമ്മൾ തിരികെ വരുന്നത്. പക്ഷേ പിന്നീട് ഒരുപാട് സ്വർണ്ണം എനിക്ക് മേടിക്കാൻ സാധിച്ചു. അത് അച്ചിട്ടായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ജീവിത അനുഭവമാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയിട്ടുള്ള. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ബാല കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ 3000 പേർക്കുള്ള സദ്യക്കുള്ള പൈസ കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ ഇത്രയും കിടന്ന് പൊങ്ങച്ചം കാണിക്കുന്നത്. ഇങ്ങനെ ഭയങ്കര വലിയ സെലിബ്രിറ്റിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര പണക്കാരനാണ്, ലക്ഷപ്രഭുവാണ്, കോടീശ്വരനാണ്, 25 ലക്ഷം കുമിഞ്ഞുകൂടി വെച്ചിരിക്കുന്നു എന്നൊക്കെയാണ് അങ്ങേര് ഇതിന് മുമ്പ് പല വീഡിയോയിലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത്. പലപ്പോഴും അങ്ങേര് തന്നെ തെളിയിച്ചിട്ടുണ്ട് അങ്ങേര് ഒരു അല്പനാണ് എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ കൂടുതൽ തെളിയിച്ചിരിക്കുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു കാര്യം കണ്ടപ്പോൾ പറയേണ്ടി വന്നതെന്ന് വെച്ചാൽ, ഒരു ഫാമിലി, അത് എവിടെയാണ്, ഏത് ജില്ലയിലാണെന്നുള്ള കാര്യം ഞാൻ മറന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. ഇന്ന് കണ്ടൊരു വാർത്തയാണ്. സംഭവം അയാളുടെ മകളുടെ വിവാഹത്തിന് 10 പേരെയാണ് ഇദ്ദേഹം വിവാഹം കഴിപ്പിച്ച് വിട്ടത്. സമൂഹ വിവാഹമായിരുന്നു. പിന്നെ ഇതേ ഇപ്പം മകൻ്റെ വിവാഹം ആയിരിക്കുകയാണ്. മകൻ്റെ വിവാഹ സ്ഥലത്ത് വെച്ച് നിർധനരായ 25 കുട്ടികളെയാണ്, പെൺകുട്ടികളെയാണ് വിവാഹം കഴിച്ചു വിട്ടിരിക്കുന്നത്. എന്തല്ലേ, ഒരു മുസ്ലിം ഫാമിലിയാണത്. ഇനി അദ്ദേഹത്തിന് ഒരു മകൾ കൂടിയുണ്ട്. ആ മകളുടെ വിവാഹത്തിന് 50ഓളം പെൺകുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിച്ച് വിടണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മറ്റൊരു വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വിശദമായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരുള്ള ഈ ഒരു നാട്ടിലാണ് നമ്മുടെ ബാല 3000 പേർക്കുള്ള അന്നദാനത്തിന് പൈസ കൊടുത്തിട്ട് ഇങ്ങനെ കിടന്ന് അട്ടഹസിക്കുന്നത്. നാണമുണ്ടോടോ നിനക്ക്? തനിക്ക് നാണമുണ്ടോ? വലിയ അഭിനേതാവെന്നൊക്കെയല്ലേ പറയുന്നത്. ഭയങ്കര സംഭവമാണ്, തനിക്ക് പൈസ ഒരുപാട് അട്ടിമറിച്ച് വെച്ചിരിക്കുന്നതെന്നൊക്കെയല്ലേ പറയുന്നത്. എന്നിട്ട് ഒരു ക്ഷേത്രത്തിൽ അന്നദാനത്തിന് ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ട് അതെടുത്ത് വീഡിയോ ആക്കി വൈറലാക്കാൻ തനിക്ക് നാണമുണ്ടോ? ഉളുപ്പുണ്ടോ ബാലയെ? തനിക്ക് ഉളുപ്പുണ്ടോ? എന്തല്ലേ, ഇത്രയെങ്കിലും ചോദിച്ചില്ലെങ്കിലുണ്ടല്ലോ മനസ്സ് കിടന്ന് വിങ്ങുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അതെന്തെങ്കിലും ആവട്ടെ. ഇനി ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.